കൊല്ലത്ത് ബി.ജെ.പി. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാടകീയമായ രംഗങ്ങൾ. സമവായ ചർച്ചയ്ക്കെത്തിയ സംസ്ഥാന നേതാക്കളെ ഒരു വിഭാഗം തടഞ്ഞുവെച്ചു. സംഘടനാ വിരുദ്ധമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആദ്യം. മുൻ 7 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. ഒരാളെ പോലും സംഘടനയെ തൊഴിപ്പിച്ചിട്ടില്ല. ഒരാളെ പോലും. ഇത് ഇരിക്കുന്ന 1 2 3 4 5 6 പേര് ജില്ലാ പ്രസിഡന്റുമാര്. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, നമുക്ക് സി കൃഷ്ണകുമാറിന്റെ അടക്കം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ അവർക്കൊന്നും സംസാരിക്കാൻ പോലും അവസരം നൽകാതെ പരാതികൾ പറയുന്നുണ്ട് മറ്റ് ഉള്ള ജനങ്ങൾ, അവിടെയുള്ള മറ്റ് ആളുകൾ. എന്താണ് ഇത്രയും ഒരു സംസ്ഥാന നേതാക്കളെ തടയുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് എത്തിയത്? ഈ കൊല്ലം ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്ന് കൊട്ടാരക്കരയിൽ നടന്നത്. അതിനുവേണ്ടിയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം മൂന്നംഗ സംഘം അവിടേക്ക് എത്തിയത്. ആ സമയത്താണ് അവിടെ പ്രതിഷേധവുമായി മുൻ ജില്ലാ പ്രസിഡന്റുമാർ 6 പേരുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തകർ എത്തുന്നത്. അവർ പറയുന്നത് സംഘടനാ വിരുദ്ധമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മുൻ ഭാരവാഹികൾക്ക് ഇതിൽ മത്സരിക്കാൻ അവസരമില്ല, അല്ലെങ്കിൽ അവരെ ഭാരവാഹികളാക്കില്ല എന്നുള്ള തീരുമാനം പിൻവലിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇതിന്റെ പേരിൽ കൊല്ലം ജില്ലാ കോടതിയും ഈ മുൻ ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ സമീപിച്ചിട്ടുണ്ട്. ഒട്ടേറെ തവണ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന നേതാക്കന്മാർ ശ്രമിച്ചിരുന്നു. എന്നാൽ പ്രശ്നത്തിൽ നിന്ന് പിന്മാറാൻ മുതിർന്ന നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. കുറേയേറെ കാലമായി കൊല്ലം ജില്ലയിൽ ബി.ജെ.പിയിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. അടൽജി ഫൗണ്ടേഷൻ എന്ന സംഘടനയുമായി ചേർന്ന് ആ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് സമാന്തരമായ ഒരു പ്രവർത്തനവും ഇപ്പോൾ മുൻ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നേതാക്കന്മാർക്ക് തന്നെയാണ് ഇന്ന് പ്രതിഷേധവുമായി അവിടെ എത്തിയത്. ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇന്ന് വിളിച്ചിരുന്നതും 35 മുതൽ 45 വയസ്സ് വരെ പ്രായത്തിലുള്ള ആൾക്കാരെയാണ്. കാര്യം അതാണ് മണ്ഡലം പ്രസിഡന്റുമാരുടെ പ്രായപരിധി. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമാണ് വിളിച്ചിരുന്നത്. മുതിർന്ന നേതാക്കന്മാർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് പരാതികൾ പറയാനുണ്ടെങ്കിൽ കൃത്യമായി അവരുടെ പരാതികളും അവരുടെ അഭിപ്രായങ്ങളും കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ ഇന്നത്തെ ദിവസം അവരെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിപാടി തന്നെയാണ് എന്നുള്ള കാര്യമാണ്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.